പൂക്കളും പച്ചക്കറികളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ് ഈ ഓണം കളറാക്കണം. നമ്മുടെ പ്രത്യേകത 2.5 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുണ്ട്. അത് വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, കൂടാണ്ട് വാടാമുല്ലയുണ്ട്. എന്ന് പറഞ്ഞാൽ പൂക്കൾ മാത്രമല്ല നമ്മുടെ കൃഷി. അപ്പുറത്ത് തൊട്ട് പ്ലോട്ടിൽ പച്ചക്കറിയുണ്ട്. അവിടെ പാവലുണ്ട്, പടവളമുണ്ട്, പയറുണ്ട്, വെള്ളരിയുണ്ട്, തണ്ണിമത്തനുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്, കുക്കുമ്പറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്ര ഇനങ്ങൾ പച്ചക്കറിയും പൂക്കളും ചേർന്ന് ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂപ്പാടവും കൃഷിപ്പാട സ്ഥലവും ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പ്രിസിഷൻ ഫാമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രിസിഷൻ ഫാമിൽ നമ്മൾ കോഴിവളവും ചാണകവും വേപ്പിണ്ണാക്കും ഒക്കെ കൊടുത്ത് വളം കൊടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, ജലകണിക കൃഷി എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യത കൃഷി എന്നൊക്കെ പറയുന്നത്. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം 1-ാം തീയതിയാണ് തൈകൾ നട്ടത്. ഇപ്പോൾ 60 ദിവസത്തെ ആകാൻ പോകുന്നു. 2 മാസം നമുക്ക് കൃഷിക്ക് വേണ്ടി വന്നു. നമ്മുടെ പൂക്കളെല്ലാം വലിയ പൂക്കളായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇത്തവണ നമ്മുടെ തൈകളൊക്കെ നടുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ മാറി പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല വെയിൽ കിട്ടി. പക്ഷേ പൂക്കളായപ്പോൾ മഴയായി. അത് കാരണം പൂക്കളെല്ലാം വലുതായിരുന്നു. ആ പൂക്കളെല്ലാം വെള്ളം വീണു ഒടിഞ്ഞു കിടക്കുന്ന പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളെ കൂട്ടുള്ള കർഷകരുടെ അടുത്ത് വന്ന് പൂക്കൾ വാങ്ങണം. കടകളിൽ വരുന്ന പൂക്കളൊക്കെ തമിഴ്നാടിൻ്റെ പൂക്കളാണ്. നമുക്ക് 10 രൂപ കിട്ടിയാൽ അത് നമ്മുടെ നാട്ടിലുണ്ടാകും. മറ്റത് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ പോകും. കൃഷിയാണ് എൻ്റെ ജീവിതവും, കൃഷിയാണ് എൻ്റെ മുഖ്യ വരുമാനവും. അപ്പോൾ കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 12 വർഷം ആകാറായി. അതിൽ പൂക്കൾ കൃഷി തുടങ്ങിയിട്ട് 5 വർഷമായി. തുടക്കത്തിൽ നമ്മൾ ഒരു 2000 ചെടികളാണ് നമ്മൾ പൂക്കൾ കൃഷി ചെയ്തത് ആദ്യത്തെ വർഷം. പിന്നീട് നമ്മളത് 2000 എന്നുള്ളത് 5000 ആക്കി. പിന്നീട് 3ാമത്തെ ടൈമായപ്പോൾ അത് 10000 ആയി. 4ാമത്തെ ടൈമായപ്പോൾ 28,000-ത്തിലധികം വന്നു. ഇപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ 30,000-ത്തോളം ചെടികൾ നമ്മൾ നട്ടുകൊണ്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷിയെ നമ്മൾ അത്ര കൊണ്ട് നെഞ്ചിലേറ്റുന്നു. അതുകൊണ്ട് കൃഷിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, മണ്ണറിഞ്ഞ് പണിയെടുക്കണം. മണ്ണിനെ ചതിക്കാണ്ട്, മണ്ണിനെ സ്നേഹിച്ചും മണ്ണിനെ നോവിക്കാതെ പണിയെടുക്കുകയും മണ്ണിൽ അനാവശ്യമായ വളങ്ങൾ കൊടുക്കാണ്ട് ആവശ്യമുള്ള വളങ്ങൾ കൊടുക്കുക. പോഷക സമൃദ്ധം ഒത്തിരി മണ്ണ് പരിശോധന സ്വന്തം അടുത്ത് കൃഷി ഓഫീസ് ഉണ്ടാകും. അവിടെ പോയി മണ്ണൊന്ന് പരിശോധിച്ച് അതിൽ എന്തൊക്കെ മൂലകങ്ങളുണ്ട്, എന്തൊക്കെ മൂലകത്തിന് അപര്യാപ്തത ഉണ്ട് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക. തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം മണ്ണിനെ സ്നേഹിക്കുക, മണ്ണ് പരിശോധിക്കുക, അത് മണ്ണിന് ആവശ്യമാകുന്ന വളങ്ങൾ കൊടുക്കുക. ഒരു കാരണവശാലും കീടനാശികൾ വിഷങ്ങൾ അടിക്കാണ്ട് നമുക്ക് ജൈവികമായിട്ടുള്ള ഒരുപാട് കീടനാശികളുണ്ട്. അതൊക്കെ വാങ്ങിച്ച് പ്രയോഗിക്കുക. നമ്മുടെ കൃഷിയെ നെഞ്ചിലേറ്റുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് പച്ചക്കറി ഏതായാലും നമ്മുടെ മക്കൾ കഴിക്കുന്നതാണ്, നമ്മുടെ അമ്മമാർ കഴിക്കുന്നതാണ്, നമ്മുടെ സഹോദരങ്ങൾ കഴിക്കുന്നതാണ്, നമ്മുടെ സുഹൃത്തുക്കൾ കഴിക്കുന്നതാണ്. അവർക്ക് വിഷം കൊടുക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് തിരിയുക. ആ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്നാമത് ജംഗ്ഷന് വന്നിട്ട് റൈറ്റിലേക്ക് തിരിയുക. 15 ജംഗ്ഷന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ആദ്യം കാണുന്ന റോഡ് വീണ്ടും റൈറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ പൂന്തോട്ടത്തിൽ വരാം. ഇനി എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ 15 ജംഗ്ഷനിൽ വരിക. ആദ്യം 15 ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞതിന് ശേഷം ആദ്യം കാണുന്ന റൈറ്റിലേക്ക്, അത് ആദ്യം കാണുന്ന റോഡുണ്ട്, അവിടെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഈ പൂന്തോട്ടത്തിൽ എത്തിച്ചേരും. ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പറും കൊടുത്തേക്കാം, ആപ്ലിക്കേഷനും കൊടുത്തേക്കാം. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി.